ഓക്കെ, നമ്മൾ ഇന്റേണൽ വാലിഡിറ്റിയെ പറ്റിയുള്ള ഡിസ്കഷൻ ആണ് ഇനി വേണ്ടത്. എക്സ്റ്റേണൽ വാലിഡിറ്റിയെ പറ്റിയുള്ള ഡിസ്കഷൻ കഴിഞ്ഞു. ഇന്റേണൽ വാലിഡിറ്റി പറ്റിയുള്ള ഡിസ്കഷൻ ആണ് ആവശ്യം. അപ്പൊ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇന്റേണൽ വാലിഡിറ്റി എന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ഇനി അതിലത്തെ ഓരോ ഇന്റേണൽ വാലിഡിറ്റി പറ്റിയിട്ടും ഓരോ ടൈപ്പിലുള്ള ഇന്റേണൽ വാലിഡിറ്റി പറ്റിയുള്ള ഡിസ്കഷൻ ആവശ്യം. അപ്പോൾ 2-3 വീഡിയോ കൊണ്ട് ഇത് കഴിയും, ഈ ഇന്റേണൽ വാലിഡിറ്റി കംപ്ലീറ്റ് ആയിട്ട്. ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റേണൽ വാലിഡിറ്റി കൺസ്ട്രക്റ്റ് വാലിഡിറ്റി ആണ്. അപ്പൊ ഈ കൺസ്ട്രക്റ്റ് വാലിഡിറ്റിനെ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി, ഒന്ന് കൺവേർജന്റ് വാലിഡിറ്റി. ഈ കൺസ്ട്രക്റ്റ് വാലിഡിറ്റി എന്ന് വെച്ചാൽ നമ്മളൊരു സ്കെയിൽ ഡെവലപ്പ് ചെയ്തല്ലോ, ആ സ്കെയില് ഒരു തിയററ്റിക്കൽ സ്കെയിലാണ് നമ്മൾ ഡെവലപ്പ് ചെയ്ത്. അപ്പൊ ആ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കൺസ്ട്രക്റ്റിനെ മെഷർ ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലേ എന്നുള്ള പരിശോധനയാണ്. നമ്മൾ ക്ലെയിം ചെയ്യുന്നുണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്നു കേട്ടോ. കൺസ്ട്രക്റ്റുകളെ മെഷർ ചെയ്യാൻ നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റും, നമുക്ക് സാധിക്കും എന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. ആ ക്ലെയിം ശരിയാണോ ശരിയല്ലേ എന്ന് ഡെമോൺസ്ട്രേറ്റിംഗ് ദാറ്റ് ദ ടെസ്റ്റ് മെഷേഴ്സ് ദ തിയററ്റിക്കൽ കൺസ്ട്രക്റ്റ് ഇറ്റ് ക്ലെയിംസ് ടു മെഷർ. അതിന്റെ ഡെഫിനേഷനിൽ എഴുതി വെച്ചുള്ളത് കൺസ്ട്രക്റ്റ് വാലിഡിറ്റി. അപ്പൊ ഈ കൺസ്ട്രക്റ്റ് വാലിഡിറ്റിയിലെ ഒന്നാമത്തെ കാര്യമാണ് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി, പിന്നെ കൺവേർജന്റ് വാലിഡിറ്റി. അതില് ഈ ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി വെച്ചാൽ ഇപ്പോ നമ്മള് CFA ചെയ്തപ്പോ ഈ കൺഫർമേറ്ററി ഫാറ്റ് അനാലിസിസ് ചെയ്തപ്പോ കണ്ടു ഒരു 5 കൺസ്ട്രക്റ്റുകൾ. അപ്പൊ നമ്മൾ 5 കൺസ്ട്രക്റ്റുള്ള പേരൊക്കെ അതിൽ കൊടുത്തു. അപ്പൊ അതിൽ ഓരോ കൺസ്ട്രക്റ്റും മറ്റ് കൺസ്ട്രക്റ്റിൽ നിന്ന് എത്രമാത്രം വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതാണ് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി. നമ്മൾ ABCDE കൊടുക്കുകയാണെന്ന് വെച്ചാൽ ഈ A ബാക്കിയുള്ളതിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതുപോലെ തന്നെ B ബാക്കിയുള്ളതിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെ വ്യത്യസ്തമായുള്ള കൺസ്ട്രക്റ്റ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതാണ് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി. അതെങ്ങനെ മെഷർ ചെയ്യാന്ന് നമ്മൾ CFA ചെയ്തിട്ടാണ്. ഏറ്റവും നല്ലൊരു അതിന്റെ ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ടൂൾ CFA ആണ്, കൺഫർമേറ്ററി ഫാറ്റ് അനാലിസിസ് ആണ്. അത് ആമോസിലാണ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യുക, അതിലെങ്ങനെയാണ് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം CFAയുടെ 2ാമത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയാണ് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി കണ്ടുപിടിക്കുക. CFA വീഡിയോ 2 കേട്ടോ, CFA വീഡിയോ 2 വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അത് എല്ലാവരുടെയും മെയിലിലേക്ക് അയച്ചിട്ടുണ്ട്. CFA 1 CFA 2 ഉണ്ട്. അതില് CFA 1 CFA എങ്ങനെ ചെയ്യാന്നാണ്, CFA 2 അതിന്റെ ഇന്റർപ്രിട്ടേഷൻ. അതിലാണ് ഈ ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി വരുന്നത്. അതുപോലെ തന്നെ ഈ കൺസ്ട്രക്റ്റ് വാലിഡിറ്റിയുടെ മറ്റൊരു കാര്യമാണ് കൺവേർജന്റ് വാലിഡിറ്റി. ഇതും മെഷർ ചെയ്യാൻ വേണ്ടി കൺഫർമേറ്ററി ഫാറ്റ് അനാലിസിസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ CFA 2 നോക്കിയാൽ അതിൽ കൺവേർജന്റ് വാലിഡിറ്റി കണ്ടുപിടിക്കുന്ന കാര്യം അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താണ് കൺവേർജന്റ് വാലിഡിറ്റി വെച്ചാൽ, ഇപ്പോ ഒരു എക്സാമ്പിള്, നമ്മൾ ഈ ഫിസിക്കൽ റിസ്ക്, ആങ്സൈറ്റി, അതിന്റെ ഒരു പുതിയ സ്കെയിൽ ഡെവലപ്പ് ചെയ്തു. ആ സ്കെയില് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സ്കെയിലുകൾ ഉണ്ടല്ലോ, അപ്പൊ അതുമായിട്ട് എത്ര കണ്ട് യോജിച്ചു പോകുന്നുണ്ട്, അതാണ് ഈ കൺവേർജന്റ് വാലിഡിറ്റി. ഒരു പുതിയ കാര്യം നമ്മള് പഴയ ആൾക്കാരുടെ സ്കെയില് ഉപയോഗിച്ച് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഈ വാലിഡിറ്റി വിഷയം വരുന്നില്ല. നമ്മളൊരു പുതിയ സ്കെയിൽ ഡെവലപ്പ് ചെയ്തു. ഈ പുതിയ സ്കെയില് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ഉണ്ട്, സ്കെയിൽസ് ഉണ്ട്, അതായിട്ട് എത്ര കണ്ട് യോജിച്ചു പോകുന്നുണ്ട് എന്നുള്ള മെഷർമെന്റ് ആണ് കൺവേർജന്റ് വാലിഡിറ്റി. അപ്പൊ ഈ 2 കാര്യങ്ങളാണ്, അതാണ് ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 വീഡിയോ കൂടി മതിയാവും, 2-1 അപ്പൊ വാലിഡിറ്റി കഴിയും. അപ്പൊ ഈ ആഴ്ച കഴിയും കേട്ടോ. പിന്നെ ഇതിനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അസൈൻമെന്റുകൾ ഇപ്പൊ LMS ശരിയല്ലാത്തതുകൊണ്ട് പലതും പോയി കഴിഞ്ഞു, ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം തന്നെ എല്ലാവർക്കും തന്നെ യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സൊല്യൂഷൻ ഉണ്ടാക്കി കേട്ടോ. ഓക്കെ, താങ്ക് യു.